ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് തിരൂരങ്ങാടി കാലത്ത് സുബഹിക്ക് ശേഷം ഇപ്പോൾ ഈ ഐറ്റംസൊക്കെ പുലർച്ചെ നമ്മളെ സുബഹിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം കണക്കാക്കിയിട്ടാണ് ഇവർ പർച്ചേസ് തുടങ്ങുക കേട്ടോ. അപ്പോൾ അത് തിരൂരങ്ങാടി നമ്മളെ ലൈഗ് ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഇലക്ട്രിക് ഷോപ്പ്. അതിൻ്റെ ഗ്ലാസ്സൊക്കെ എല്ലാം നേക്കിൽ വന്നിട്ട് ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഗ്ലാസ് നമുക്ക് പൊളിച്ചാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായം കണ്ടപ്പോൾ ഏതായാലും അത് തള്ളി തുറക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ മറ്റോൾ വന്ന് അതിൻ്റെ മെയിൻ ഉദ്യോഗസ്ഥ എത്തിക്കണ്. അങ്ങനെ ഓള് തള്ളി തുറക്കും, ഇവള് കാവലിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഓൾക്ക് ആവശ്യമുള്ളൊക്കെ ഓല അങ്ങനെ അടിച്ചു മാറ്റുന്ന ഒരാൾ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ വില നമ്മളിവിടെ ഇടയ്ക്കെപ്പോഴും കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. സ്ഥിരമായിട്ട് നമ്മളെ ഏരിയയിലൊക്കെ പെറുക്കാൻ വരുന്നവരാണ്. നമ്മളെ ചെമ്മാട്ടിൽ നിന്നും തിരങ്ങാടി നിന്നൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചാണ് ഈ സാധനമൊക്കെ കയറ്റി പോകൽ. ഇവലിവിടുന്ന് പെറുക്കിയിട്ട് കൊണ്ടുപോയിട്ട് കുറേ പുത്തനത്താണി വിൽക്കും. പിന്നെ കുറേ മറ്റേ കാടപ്പടിക്കൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഇവൽ കൊണ്ടുപോയിക്കാണ്ടത് വിൽക്കൽ. അവിടെ അത് വാങ്ങാനായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ വേറെയുണ്ട്. ഏതായാലും അപ്പോൾ ശ്രദ്ധിക്കുക, ബലിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ ബലിക്ക് 10 എല്ലാ വിഷയങ്ങളും തീരും. നമ്മൾ ഉറങ്ങി വെച്ചുമ്പോഴത്തേന് പണി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളി. സാധനങ്ങൾ പരമാവധി പൂട്ടിയൊക്കെ എടുത്തേക്കുക. പിന്നെ വീടുകളും ഇതുപോലെ തന്നെ സാധനങ്ങളൊന്നും പുറത്തിട്ടുകൊണ്ട് ആരും കിടന്നുറങ്ങാൻ നിൽക്കണ്ട. അതൊക്കെ ആയിട്ട് ഓല് പോവും. ഓല പണി കൃത്യമായിട്ട് എടുക്കും. നിങ്ങളെ പണി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ മുതൽ കാണാനുണ്ടാവില്ല. പിന്നെ കേസ് ഉൽമാൽ അതിൻ്റെ വൈത്തലൊക്കെ നടന്ന് തല്ലും പൊടിയും നായിട്ട് അതിനെ കിണകാട്ടി നല്ല അവനാൻ്റെ സാധനങ്ങൾ അവനാൻ സേഫായിട്ട് വെക്കുക. അതാണ് കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം ഇന്നത്തെ ഈ ഗുലുമാൽ മീഡിയേൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും കട്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ ഓട്ടോറിക്ഷക്കാരും കൊട്ടവണ്ടിക്കാരും ശ്രദ്ധിക്കുക. ഇവലെ പിടിക്കണ കൂട്ടത്തിൽ നാട്ടുകാർ ആ വണ്ടിക്കാരി പിടിച്ചും നാട്ടിൽ പെരുമാറുമ്പോൾ ഓൽക്കും കിട്ടും. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. ഇവർ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അവൻ വളരെ നന്നായിരിക്കും. അപ്പോൾ പരിചയമുള്ളവരാകുമ്പോൾ വെറുതെ വിട്ടുന്ന് വരും. പരിചയമില്ലാത്തവരെ കൈക്ക് കിട്ടുമ്പോൾ ഓട്ടോറിക്ഷക്കാരനെ നോക്കില്ല, ഓനും പല ആൾക്കാരെ വിചാരിച്ചുകൊണ്ട് കിട്ടാൻ നേരത്തെ അത് കിട്ടും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.